ഹോസ്റ്റലിൽ നിന്നും എസ്കേപ്പ് ആയതും ഇവിടെ വന്ന് ഈ ഷോ കാണുന്നത് അടിപൊളിയാ. മാധവനും ഗ്യാങ്ങും ഒരു എന്റർടൈൻമെന്റ് ഇല്ലാതെ അവിടെ കുടുങ്ങി കിടക്കട്ടെ. ലെറ്റ്സ് ഗോ ആൻഡ് റോക്ക്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റോക്കറ്റ് റോൾ. ഗോപു ലക്ഷ്മണനും ഹോസ്റ്റലിനകത്ത് ടപാക്കോൽ. വാ നമുക്ക് കളിക്ക് പറയാം. ആദ്യമായിട്ട് ഗോൾഡൻ ഹിൽസില് റോക്ക് ഷോ നടക്കുകയാണ്. ഇതുപോലൊരു ചാൻസ് കിട്ടിയാൽ പപ്പി അതെങ്ങനെയാണ് ബെസ്റ്റ് ചെയ്യുക? റോക്ക് ഷോ ഞാനിതാ എത്തിക്കഴിഞ്ഞു. ചേടാ, കൊച്ചുനാൾ മുതലേയുള്ള എന്റെ സ്വപ്നമായിരുന്നു ഒരു റോക്ക് സ്റ്റാർ ആവണമെന്നത്. ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന റോക്ക് ഷോയിൽ ഞാൻ തീർച്ചയായും ഒരു റോക്ക് സ്റ്റാർ ആയി മാറും. എടാ പൊപ്പി, ആരാണ്? തനിക്ക് എന്റെ പേരറിയുമോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ എന്റെ പേര് പറഞ്ഞില്ലേ? പപ്പി. ഇല്ല, ഞാനേ കപ്പി എന്നാ പറഞ്ഞത്. കപ്പി കപ്പി എന്നാണ് എന്റെ പേര്. ഓ അതെയോ, നിങ്ങൾ കപ്പിയാണോ? പക്ഷെ ഞാൻ പപ്പി. എന്തൊരു കോഇൻസിഡൻസ് ആണ് സാറേ. നീ പപ്പി ആയാലും കുപ്പി ആയാലും എനിക്ക് പ്രശ്നമില്ല. നീ പോയി ഇവിടുന്ന്. എനിക്ക് ഡാൻസ് കളിക്കണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കപ്പി സാറേ. ഇല്ല, ഒരു ചാൻസും ഇല്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങൾ റോക്ക് ഷോയില് ഭരതനാട്യം കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. എടാ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇതില് വിചാരിക്കാൻ എന്തായിരിക്കുന്നത്? ഞാൻ ഗോൾഡൻ ഹിൽസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണ്. ഇയാളിത് എവിടെ പോയി? വരിസി ഈ പണ്ടാരച്ചക്കന്മാര് ഗോപു ഇവന്മാരിവിടെ എന്തെടുക്കുകയാണ്? അല്ല, ഇവന് ഈ കൂൾ ഡ്രിങ്ക്സിന് കാലിയായ കുപ്പിയും പിടിച്ച് ഇവിടെ നിന്ന് എന്തെടുക്കുവാ? എന്താണ് ചെയ്യുന്നേ? ഗോപു, ഇവന്മാര് റോക്ക് ചെയ്യാന്ന് പറഞ്ഞാലേ അത് ജനങ്ങളുടെ അടുത്ത് നിന്നും കല്ലുകൊണ്ട് അടി വാങ്ങുന്നതാ. ചിരിക്കുന്നോടാ, ചിരി വരുന്നല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടടാ. അതോ, ആദ്യം ഒന്ന് പിടിച്ചു കാണിക്കടാ. ഗോപു, ഇവരെ വെറുതെ വിടരുത്. സ്മാഷ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഇതേതാ ഇപ്പൊ ഒരു പുതിയ പ്രശ്നം? പപ്പി. അപ്പൊ നിങ്ങൾ ചെക്കന്മാരെല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് എസ്കേപ്പ് ആയല്ലേ? ഇവിടെ റോക്ക് ഷോ കാണാൻ വന്നിരിക്കുകയാണല്ലേ? ഇന്ന് ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ പ്രൂഫ് കൊടുക്കുന്നുണ്ടാണ്. നമ്മുടെ മുന്നിൽ വന്ന് വീണത് ആരാ നോക്കടാ? പ്രിൻസിപ്പൽ സാറോ, ഇയാൾ ഇവിടെ എന്ത് ചെയ്യാ? ഇതേ ചോദ്യം അയാൾ നമ്മളെ നോക്കി ചോദിച്ചാലോ? വാ, വേഗം ഓടാ ഇവിടുന്ന്. എന്റെ ഗോഗിൾസ്, എന്റെ ഗോഗിൾസ്. താങ്ക് യു, താങ്ക് യു.
പ്രിൻസിപ്പൽ സാർ, ഞാൻ അപ്പോഴേ സംശയിച്ചത് ഇയാളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നിയല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പ്രിൻസിപ്പൽ സാർ റോക്ക് ഷോന് വന്നിരിക്കുന്നു. ബാബാ യോ, യോ. ഹലോ ഫ്രണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇവിടെ നിൽക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കുള്ളിലും ഒരു റോക്ക് സ്റ്റാർ പതുങ്ങിയിരിപ്പുണ്ട്. ഒരു ലക്കി റോക്ക് സ്റ്റാർ. അവരെ ഞാൻ ഇന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അവരിവിടെ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പെർഫോം ചെയ്യണം. ഒരുപക്ഷെ ആ പെർഫോമൻസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ റൈസിംഗ് റോക്ക് സ്റ്റാർ ആക്കി മാറ്റുന്നതാണ്. എന്നാ വേഗം പറ, ആരാ ലക്കി റോക്ക് സ്റ്റാർ? ഈ സ്പോട്ട്ലൈറ്റ് ആരുടെ മേൽ വന്ന് വീഴുന്നുവോ ആ ഭാഗ്യവാനായിരിക്കും സ്റ്റേജിലേക്ക് വരുവാനുള്ള ചാൻസ് കിട്ടുന്നത്. ശ്ശെടാ, ശ്ശെടാ, ഈ സ്പോട്ട് ലൈറ്റ് എന്റെ മേലെന്തിനാ വന്ന് വീണത്? ഇനി ഈ കളി ഭയങ്കര രസമായിരിക്കാം. എന്റെ പ്രിൻസിപ്പൽ സാർ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ്. ഇപ്പൊ ഞാൻ അങ്ങേരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണല്ലോ. എന്നിട്ട് അയാൾക്ക് തന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടാനാവില്ല. ചേടാ, ഞാൻ റോക്ക് സ്റ്റാർ ആകണമെന്നാണ് കിനാവ് കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നിവിടെ ഒരു ഫ്ലോപ്പ് സ്റ്റാർ ആകാൻ പോകുന്നു എന്നാ. സാർ, കയറി വരൂ. നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് കയറി വരൂ. പ്രിൻസിപ്പൽ സാർ റോക്ക് സ്റ്റാർ ആണെന്നോ? അല്ലടാ, ഫ്ലോപ്പ് സ്റ്റാർ ആവും. വേഗം ഇവിടുന്ന് ഓടിക്കോ. പ്രശ്നം വന്നാ പിന്നെ നമ്മള് കുടുങ്ങും. വേഗം ഓടിക്കോ. നിൽക്കടാ, പ്രിൻസിപ്പൽ സാറിന് ഇതുപോലൊരു സിറ്റുവേഷനിൽ തനിച്ചാക്കിട്ട് നമ്മൾ പോവരുത്. അതെ അതെ, മറ്റുള്ളവരെ നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെ ജോക്കറാക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. പക്ഷെ നമ്മളിപ്പോ എന്ത് ചെയ്യും? വാട്ട് ക്യാൻ വി ഡു? എന്താടാ ലക്കി? നോക്ക്, ഈ റോക്ക് സ്റ്റാർ പെർഫോമൻസ് ഞാൻ ചെയ്യാതിരിക്കുന്നതാ നല്ലത്. അതാണ് എല്ലാവർക്കും നല്ലത്. പറ്റില്ല, അത് പറ്റില്ല. ഒരു എക്സ്ക്യൂസും ഇവിടെ പറയരുത്. പെർഫോമൻസ് ചെയ്യാതെ ആരും ഈ സ്റ്റേജ് വിട്ട് പുറത്തേക്ക് പോയി ഞാൻ സമ്മതിക്കില്ല. ഒരക്ഷരം മിണ്ടരുത്. പെർഫോമൻസ് ചെയ്തേ പറ്റൂ. ഇപ്പൊ പറയൂ, നിങ്ങൾ തനിച്ച് പെർഫോം ചെയ്യുന്നുവോ അതോ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കായിട്ട് ബാൻഡ് വല്ലതുമുണ്ടോ? ബാൻഡ് ഒന്നും എന്റെ കൂടെ വന്നിട്ടില്ല. പക്ഷേ ഇന്നെന്റെ പുറം പൊളിയുമെന്നാ തോന്നുന്നേ. ഞങ്ങളാണ് അദ്ദേഹത്തിന്റെ ബാൻഡ്. ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് എല്ലാം അടിച്ചു പൊളിക്കും. നിങ്ങളുടെ ബാൻഡിന്റെ പേരെന്താണ്? ഗോൾമാൽ ഗോൾമാൽ ബാൻഡ്. ഗോൾമാൽ ബാൻഡ്. ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ എല്ലാവരും തയ്യാറാണല്ലോ ഗോൾമാൽ ബാൻഡിന്റെ റോക്കിംഗ് പെർഫോമൻസ് കാണുവാനായി? ഞാൻ എന്റേതായിട്ടൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഈ ബാൻഡ് വായിക്കുന്നവരൊക്കെ എവിടുന്ന് എത്തി? ഇന്നതും 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 ഈ അങ്കിള് വളരെ വലിയ റോക്ക് സ്റ്റാർ ആണെന്നാണ് തോന്നുന്നത്. അതെ, സത്യം. ഇയാളൊരു റോക്ക് സ്റ്റാർ ആണ്. ഇയാള് കലക്കിയല്ലേ? ഇത് ഗോപാലും മാധവനും പിന്നെ അവന്മാരുടെ ശിങ്കടിയും കൂടിയല്ലേ ചെയ്യുന്നത്. ഇവന്മാരുടെ ധിക്കാരം കണ്ടില്ലേ? നേരെ പ്രിൻസിപ്പൽ സാറിന്റെ കൂടെ സ്റ്റേജിൽ കയറി നിന്ന്. ഇക്കാര്യം പ്രിൻസിപ്പൽ സാറിന് അറിയില്ലെന്ന് തോന്നുന്നു. ഇവരുടെ വീഡിയോ ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥ പ്രിൻസിപ്പൽ സാറിന് ഞാനിത് പ്രൂഫായിട്ട് കൊടുത്തു. പ്രൂഫ് കിട്ടി. എല്ലാ കുട്ടികളും ഇപ്പൊ കുടുങ്ങി പോകും. നോക്കിക്കോ. സോ കൂട്ടുകാരെ, നിങ്ങൾ എന്തു പറയുന്നു? ഗോൾമാൽ ബാൻഡിന് ബെസ്റ്റ് റോക്ക് സ്റ്റാറിന്റെ അവാർഡ് കൊടുക്കണോ? പറയൂ.
ഹലോ സർ, ആ ട്രോഫി ഒന്ന് വിട്ടേക്ക് സർ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങളത് കണ്ടടക്കാതെ കണ്ടുകൊണ്ടിരിക്കാം. ചേടാ പപ്പി, നീ എന്നെ എങ്ങനെയാ നീ കണ്ടുപിടിച്ചത്? ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സർ? ഇപ്പൊ തന്നെ ആരാണെന്ന് മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കൂ സാർ, ഇവരാണ് നിങ്ങളുടെ ടീമിന്റെ ബാൻഡ് വാങ്ങിച്ചത്. അത് വേറെ ആരുമല്ല, നിങ്ങളുടെ ബ്രില്യന്റ് ആയ സ്റ്റുഡൻസ് ആണ്. ഇവരാരും അറിയാതെ ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ചാടി റോക്ക് ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവർക്ക് കടുത്ത ശിക്ഷ നൽകിയ മതിയാകൂ സാർ. ഇവരെ റെസ്ട്രിഗേറ്റ് ചെയ്തേക്ക് സാർ, ഉടനെ ചെയ്തേക്ക് സാർ. ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ റോക്ക് ഷോക്ക് വന്നിരിക്കുകയാണല്ലേ? അത് നന്നായി. നിങ്ങൾ കറക്റ്റ് സമയത്തിന് തന്നെയാ എത്തിയത്. അല്ലെങ്കിൽ ഇന്നെന്റെ പ്രസ്റ്റീജ് മുഴുവൻ കാറ്റിൽ പറന്നേനെ. താങ്ക് യു കുട്ടികളെ, നിങ്ങളുടെ സഹായം കാരണമാണ് ഇന്ന് ഞാൻ റോക്ക് സ്റ്റാർ ആയത്. എന്റെ സ്വപ്നം സഫലമായി. ചേട്ടാ എന്താ ഇത്? പിള്ളേരെ ഫ്ലോപ്പ് സ്റ്റാർ ആക്കാന്ന് വിചാരിച്ച എന്റെ പ്ലാൻ എല്ലാം മൊത്തം തകടുപൊടിയായല്ലോ. ചേടാ അത് ശരി. പപ്പി ഇപ്പൊ പറയേ, സ്കൂളിൽ ഇരിക്കേണ്ട നീ എങ്ങനെ ഇവിടെ എത്തിയത്? നീ ഇവിടെയുള്ള എല്ലാവരോടും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് നീ ഗോൾഡൻ ഹിൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണെന്ന് അല്ലേ? എങ്കിൽ പിന്നെ ഞാനാരാ? വാച്ച്മാൻ ആണോ? അല്ലല്ല സാർ, പ്രിൻസിപ്പൾ നിങ്ങൾ തന്നെയാണ്. സ്കൂളിന്റെ വാച്ച്മാൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സ്കൂളിൽ നിന്നും റെസ്റ്റിക്കേറ്റ് ചെയ്യുകയാണ്. സാർ, ഞാൻ പറയുന്നത് കേൾക്കണം സാർ. ദയവേത് എന്നെ ശിക്ഷിക്കരുത് സാർ. എനിക്ക് മാപ്പ് തരണം സാർ. കേൾക്കണം സാർ. ഞാൻ എന്ത് നന്നായിട്ടാ ഗിറ്റാർ വായിച്ചത്. അതുകൊണ്ടല്ലേ സാറിന് ട്രോഫി കിട്ടിയത്. കോപ്പ് മാത്രം കയ്യില് ഗിറ്റാർ വെച്ചോണ്ട് വെറുതെ ഇരിക്കായിരുന്നോടാ.